बिस्मिल्लाहिर्रहमानिर्रहीम अस्सलातु वस्सलामु अला रसूलिल अमीन व अला आलिहि व सहबिहि अजमाइन अम्मा बाद। തസവുഫ് ശരീഅത്തിൻ്റെ വഴിത്താര എന്ന വിഷയത്തിലാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആത്മീയ പാത എന്ന് പരക്കെ വിളിക്കപ്പെടുന്ന ഒന്നാണ് തസവുഫ് എന്ന് പറയുന്നത്. ഒന്ന്, ആത്മീയമായ വർത്തമാനങ്ങൾ, ആത്മീയ ചർച്ച, സംവാദം, സംവേദനം, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തസവുഫിന് വലിയ പ്രാധാന്യം അർഹിക്കുന്നു. അതുപോലെ തന്നെ ഒരു പഠനശാഖ എന്ന നിലയിൽ, ഇസ്ലാമിക് സ്റ്റഡീസ് വിഷയങ്ങളിലെ ഒരു പഠനശാഖ എന്ന നിലയിലും ഈ ഒരു വിഷയം തസവുഫ് എന്നത് ഒരു വലിയ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ ധാരാളം വൈജ്ഞാനിക സംഭാവനകൾ അർപ്പിച്ച ഒരു ഫീൽഡും കൂടിയാണത്. സ്വാഭാവികമായും നമ്മളെപ്പോലുള്ള ആൾക്കാർ തസവുഫിനോട് ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം നിറഞ്ഞ ഒരു സമൂഹത്തിൽ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പഠനം കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന സാഹചര്യവും കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടത് സംസാരിക്കണം എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടാവും. എപ്പോഴും ഉണ്ടാകുന്ന ചോദ്യമാണ്, എന്തിനാണ് ഈ സംസാരം ഉണ്ടാക്കുന്നത്, എന്തിനാണ് അതിൻ്റെ ഒരു ആവശ്യം? കാരണം ലോകത്തിൻ്റെ പകുതിയിലധികം ശതമാനം ആൾക്കാരും, പറഞ്ഞാൽ ഒരു 80-90% മുസ്ലിങ്ങളും തസവുഫ് എന്ന് പറയുന്ന ആ ഒരു ലോകത്തെ വളരെ ഹൃദയത്തോടടുപ്പിച്ച് വെക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നതും കൊണ്ടാണ് എന്താണ് തസവുഫ്, എങ്ങനെയാണത് രൂപപ്പെട്ടത്, എങ്ങനെയാണത് വർത്തിക്കപ്പെടുന്നത്, എന്താണ് നിലവിലെ സാഹചര്യം എന്നതിനെക്കുറിച്ചുള്ള ഒരു ആമുഖമായ അറ്റ്ലീസ്റ്റ് ഒരു ബേസ് എങ്കിലും നമുക്കുണ്ടാവേണ്ടത് അനിവാര്യമാണ്. അപ്പോഴാണ് നമ്മൾ മുസ്ലിം ലോകത്തിൻ്റെ ഭൂമികയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക. ഇതല്ലാതെ മുസ്ലിം ലോകം ജീവിക്കുന്ന സാഹചര്യത്തെയും അവരുടെ സാമൂഹികമായ, അവരുടെ പ്രാദേശികമായ, അവരുടെ സാംസ്കാരികമായ തലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാതെ ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാം വർത്തിക്കപ്പെടുന്ന മുസ്ലിം ജീവിതത്തെക്കുറിച്ചുമുള്ള നല്ലൊരു പിക്ചർ, നല്ലൊരു ചിത്രം നമുക്കുണ്ടാകുവാൻ ഒരിക്കലും സാധ്യതയില്ല. അതുകൊണ്ടാണ് തസവുഫ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റായി പഠിക്കപ്പെടേണ്ട ഒരു വിഷയമായി മാറുന്നത്. സ്വാഭാവികമായും തസവുഫിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ അത് തുടങ്ങുന്നത് എല്ലാ തസവുഫിൻ്റെ ഷേഖന്മാരും, എല്ലാ ത്വരീഖത്തുകളും, എല്ലാ സിൽസിലകളും. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ട 2 പദപ്രയോഗങ്ങളാണ് ത്വരീഖത്ത് അല്ലെങ്കിൽ സിൽസില എന്ന് പറയുന്ന പദപ്രയോഗം. ഈ ഷെയ്ഖ്, ഉദാഹരണം നമ്മൾ അബ്ദുൽ ഖാദർ ജീലാനിയെ റഹിമഹുല്ലാ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ മാർഗവും ആ രീതിയെയും പിൻപറ്റുന്ന ആൾക്കാരെ, അതിനെ ഉൾക്കൊള്ളുന്ന ആ ഒരു ഘടനയ്ക്കാണ് ത്വരീഖത്ത് എന്ന് വിളിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ഈ കണക്ഷനെയാണ്, അല്ലെങ്കിൽ അതിനെ തന്നെ ഒരു പര്യായമായി തന്നെ ഉപയോഗിക്കപ്പെടുന്നതാണ് സിൽസില എന്നതും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക ലോകത്തെ ഇന്നും നല്ലൊരു ശതമാനം ലോകത്തും ഇസ്ലാമിൻ്റെ മുസ്ലിം മൊബിലിറ്റീനെ കൺട്രോൾ ചെയ്യുന്നത് ത്വരീഖത്താണ് എന്നത് തന്നെ മനസ്സിലാക്കണം. ഉദാഹരണം നോർത്ത് ആഫ്രിക്കൻ, വെസ്റ്റ് ആഫ്രിക്കൻ, ഈസ്റ്റ് ആഫ്രിക്കൻ നാടുകളിലും സൗത്ത് ഏഷ്യൻ നാടുകളിലും അടക്കമുള്ള നല്ലൊരു ശതമാനം ലോകത്തും ത്വരീഖത്ത് തന്നെയാണ് ഈ പറയുന്ന മുസ്ലിം മൊബിലിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്, നേതൃത്വം വഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് തസവുഫിൻ്റെ ഒരു പ്രാധാന്യം ഇസ്ലാമിക ലോകത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ചയും വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ത്വരീഖത്ത് എന്ന് പറയുന്ന എല്ലാ ഷേഖന്മാരും ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കണക്ട് ചെയ്യുന്നു. സ്വാഭാവികമായും നമ്മൾ ചോദിക്കും, നബി സൂഫിയാണോ? കാരണം ഈ പദപ്രയോഗം അന്ന് രൂപപ്പെട്ട കാര്യമല്ല, പിൽക്കാലത്ത് രൂപപ്പെട്ട അബു ഹാഷിം അൽ കൂഫി എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതനിലേക്കാണ് ആദ്യമായി തസവുഫ് ചേർക്കപ്പെടുന്നതെന്നാണ് മുഖ്യധാര തസവുഫിനെ കുറിച്ചുള്ള സ്റ്റഡീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്.
അദ്ദേഹത്തിന് മുമ്പ് ആ പദപ്രയോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പദപ്രയോഗം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളൊരു ചർച്ചയുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ആശയം? സ്വാഭാവികമായും നിങ്ങൾക്കെല്ലാം നല്ല ശതമാനം അറിയാവുന്ന ഒരു വർത്തമാനമാണ് തസവുഫ് രൂപപ്പെടുന്നത് എവിടെ നിന്നുള്ളത്. അതായത് ചിലർ പറയുന്നു അഹ്ലുസുഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയോടൊപ്പം ആ ഇബാദത്തിലും വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും എപ്പോഴും നബിയുടെ കൂടെ നബി സംസാരിക്കുന്നതും പറയുന്നതും ക്ലാസ് എടുക്കുന്നതും എപ്പോഴും ശ്രദ്ധിച്ച് സാഗൂതം വീക്ഷിച്ചിരുന്ന ഒരു ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അഹ്ലുസുഫ എന്നുള്ള പദപ്രയോഗം അന്ന് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ആശയത്തിൽ നിന്ന് രൂപപ്പെട്ടതാവാം സൂഫി എന്ന് പറയുന്ന പദപ്രയോഗം എന്ന് പറയുന്ന ഒരു നിരീക്ഷണമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ നിരീക്ഷണത്തിൽ നിന്ന് വരുന്നത് വൈജ്ഞാനിക വ്യവഹാരത്തോടും ദീന് ഇൽമ് അല്ലെങ്കിൽ മാരിഫത്ത് എന്താണോ ദീന് ആ പറയുന്ന വിവരം വിജ്ഞാനം ആർജിക്കാനുള്ള ഒരു തൃഷ്ണയെ സൂഫി എന്നുള്ള പദത്തിൽ കൂടി ഈ അഹ്ലുസുഫ എന്ന പദത്തിൽ കൂടി അവിടുന്ന് നമ്മൾ നിർദ്ധാരണം ചെയ്തെടുക്കുന്നുണ്ട്. മറ്റൊരു ആശയം ഈ വിഷയത്തിലുള്ളത് ഈ സ്വഫ്, അതായത് നമസ്കാരത്തിലൊക്കെ ആദ്യ സ്വഫിൽ തന്നെ പിടിച്ചിരിക്കുവാൻ വേണ്ടി ആദ്യ സ്വഫിൽ തന്നെ നിസ്കരിക്കാൻ താല്പര്യമുള്ള ഇബാദത്തിനോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായും സ്വഹാബത്തുകളെ കുറിച്ച് നമുക്കറിയാം. സ്വഹാബത്തുകളും സലഫു സാലിഹ്യങ്ങളും എല്ലാവരെയും അവരുടെ ജീവചരിത്രങ്ങൾ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വർത്തമാനമാണ്. ഇബാദത്തിനോടുള്ള അവരുടെ അടങ്ങാത്ത ഈ ആഗ്രഹം, അതിനുവേണ്ടി മത്സരിക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ സ്വഫ് എന്ന് പറയുന്ന നമസ്കാരത്തിൻ്റെ ഫസ്റ്റ് സ്വഫ്, അപ്പം അതിൽ നിന്നെടുത്തതാവാം സൂഫി എന്ന് പറയുന്ന ഒരു പദപ്രയോഗവും ഒരു ചർച്ചയുണ്ട്. മറ്റൊരു രീതി, മറ്റൊന്ന് സ്വാഫ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഈ പ്യൂരിറ്റീന് അർത്ഥം വെക്കുന്ന, അതായത് വൃത്തി, വെടുപ്പ്, ക്ലീൻനെസ് എന്നൊക്കെ അർത്ഥം വെക്കുന്ന ആ അറബി പദപ്രയോഗത്തിൽ നിന്ന് രൂപപ്പെട്ടതാവാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുകളും അടക്കമുള്ള എല്ലാവരും വ്യക്തി ജീവിതത്തിലും ആന്തരികമായും ബാഹ്യമായിട്ടുമുള്ള പ്യൂരിറ്റിയെ, അതായത് ഇന്നർ പ്യൂരിറ്റിയും ഔട്ടർ പ്യൂരിറ്റിയും, പുറത്തെയും അകത്തെയും പ്യൂരിറ്റീനെ കീപ്പ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ആൾക്കാരായിരുന്നല്ലോ. അപ്പോൾ ആ സ്വഭാവത്തിൽ സ്വാഫ് എന്ന് പറയുന്ന പദത്തിൽ നിന്ന് രൂപപ്പെട്ടതാവാം എന്ന് പറയുന്ന ഒരു നിരീക്ഷണവുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊന്നാണ് സൂഫ് എന്ന് പറയപ്പെടുന്ന കമ്പിളി വസ്ത്രം ധരിച്ചിരുന്ന ഒരു സ്വഭാവം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതായത് കമ്പിളി വസ്ത്രം എന്ന് പറയുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയുടെ കൂടെ തന്നെ ധനികരായ പണക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം സ്വാഭാവികമായും അവരൊക്കെ കമ്പിളി ധരിച്ചിരിക്കണം എന്നില്ല. ഇവിടെ കമ്പിളി എന്നുള്ള പദപ്രയോഗം ലാളിത്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ആശയമാണ്. കാരണം അന്ന് വളരെ വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് പകരം ധനികരാണെങ്കിൽ പോലും ഒരു ലാളിത്യം കീപ്പ് ചെയ്യാൻ വേണ്ടി ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു തരത്തിൽ സൂഫി എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണ് സൂഫി എന്ന് പറയുന്ന ഒരു പദപ്രയോഗം രൂപപ്പെട്ടത് എന്ന് പറയുന്ന നിരീക്ഷണവുമുണ്ട്. ഇതല്ലാതെ അതിനുശേഷം പിന്നീട് രൂപപ്പെട്ടൊരു ചർച്ചയാണ് ഈ സോഫിസം എന്ന് പറയുന്ന ഗ്രീക്ക് മിസ്റ്റിക് ഫിലോസഫിയിൽ നിന്ന് ഈ പദം കടമെടുത്തതാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്ത് വ്യാപിച്ചതാണ് എന്ന് പറയുന്ന നിരീക്ഷണവുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പദങ്ങളെ മുഴുവനും ഒന്ന് എടുത്തു നോക്കുക. ഒന്ന് അഹ്ലുസുഫയുടെ വൈജ്ഞാനിക താല്പര്യം, സഫ് എന്നതിൻ്റെ ഇബാദത്തിനോടുള്ള അടങ്ങാത്ത ഒരു പ്രേമം, അതുപോലെ തന്നെ സ്വാഫ് എന്ന് പറയുന്ന ക്ലീൻനെസ്സിനോടുള്ള പ്യൂരിറ്റി, ഇന്നർ പ്യൂരിറ്റി, ഔട്ടർ പ്യൂരിറ്റി എന്ന് അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അതുപോലെ തന്നെ സൂഫ്, അതായത് ലളിതത്തിനെയും ലക്ഷൂറിയസ് ലൈഫിനെ എതിർക്കുന്ന തരത്തിലുള്ള ഒരു പ്രാധാന്യം, അതുപോലെ തന്നെ അവസാനം വന്ന പദപ്രയോഗത്തെക്കുറിച്ച് ചർച്ചയിൽ നിന്നും ഒരു തരത്തിലുള്ള മിസ്റ്റിക് ഫിലോസഫി, ഒരു തത്വചിന്ത, അതുമായി ബന്ധപ്പെട്ട ആത്മീയ വ്യവഹാരങ്ങളിൽ കൂടുതൽ മുഴുകുന്ന ഒരു ഡിസ്കോഴ്സ് ഇതിലുമുണ്ട് എന്ന രീതിയിൽ ഇതെല്ലാം കൂടെ എടുത്തു നോക്കുമ്പോൾ കിട്ടുന്നത് ആകെ തുക ഇതാണ്. അപ്പം ഇതാണ് തസവുഫ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പഠന ശാഖ എന്ന നിലയിൽ മുമ്പിൽ വെക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. ഒന്ന്, ആത്മീയമായ ഒരു കൂടുതൽ താല്പര്യം, അതുപോലെ തന്നെ വൈജ്ഞാനിക വ്യവഹാരങ്ങൾ ഇടപെടാനുള്ള തൃഷ്ണ, അതിൻ്റെ ഒരു ആധിക്യം, അതുപോലെ തന്നെ ലാളിത്യം ജീവിതത്തിലുള്ള, അതുപോലെ തന്നെ ലാളിത്യവും പിന്നെ ഇവർക്കിടയിലുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ പ്യൂരിറ്റി, ഇന്നർ പ്യൂരിറ്റി, ഔട്ടർ പ്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ മിസ്റ്റിക് ഫിലോസഫിക്കലായ ഒരു സംസാര രീതി, അത് നമ്മൾ പറയാം ബാത്തിനി ലാഹിരി ചർച്ചകളൊക്കെ കടന്നു വരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്.
അതായത് സ്പിരിച്വാലിറ്റി എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കപ്പെടുന്ന വിഷയങ്ങളൊക്കെ കടന്നു വരുന്നത് ആ സാഹചര്യത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം അടങ്ങുന്ന ഒരു വൈജ്ഞാനിക ശാഖയാണ് തസവുഫ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ഇതൊരു വൈജ്ഞാനിക ശാഖയാണോ അല്ല ഒരു ഫീലിംഗ് ആണോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. തസവുഫ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിൻ എന്താണോ ആവേണ്ടത് അതാണ് തസവുഫ് പറയുന്നത്. അതായത് ആദ്യകാല പണ്ഡിതന്മാരായ ആൾക്കാർ, സലഫു സാലിഹ്യങ്ങളായ ആൾക്കാരും അതിനുശേഷമുള്ള പ്രമുഖരായ അബ്ദുൽ ഖാദർ ജീലാനിയും അതുപോലെ തന്നെ ജുനൈദ് അൽ ബാഗ്ദാദി, അബു ഹാഷിം അൽ കൂഫി അടക്കമുള്ള, പിന്നീട് ഇമാം ഗസാലി, അതിനുശേഷം നമുക്കറിയപ്പെടുന്ന എല്ലാ ത്വരീഖത്തിൻ്റെ ഷേഖന്മാരും മുന്നോട്ട് വെക്കുന്നത് ആ ഒരു ഇസ്ലാമിനോട് അടുത്ത് നിൽക്കുക, അള്ളാഹുവിൻ്റെ പാതയിൽ ഫോളോ ചെയ്യുക, അതിൽ വിട്ടുമാറാതെ ഫോളോ ചെയ്യുക, പിന്തുടരുക, അതിനെ അനുഗമിക്കുക, അതിൽ നിന്ന് മാറാതെ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക, അങ്ങനെ ഹക്ക് കണ്ടെത്തുക, അതിൽ ലയിക്കുക എന്ന് വെച്ചാൽ അള്ളാഹുവിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നൊരു ആശയമാണ് തസവുഫിൻ്റെ ഒരു ആകത്തുക. സ്വാഭാവികമായും ഇതിൽ പ്രധാനമായും കൈകാര്യം ചെയ്യപ്പെടുന്ന ചില ടെർമിനോളജികൾ കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് ത്വരീഖത്ത്. ഞാൻ പറഞ്ഞിരുന്നു, ഈ മാർഗത്തെയാണ് അള്ളാഹുവും റസൂലും സലഫ് സാലിഹ്യങ്ങളും കാണിച്ചു തന്ന ആ മാർഗത്തിൽ ജീവിക്കുക, അതിൽ വഴി യാത്രക്കാരനാവുക, അതായത് അതിലൊരു മുസാഫിറായി മാറുക, അതിനെയാണ് ഈ ത്വരീഖത്ത് എന്ന് പറയുന്ന രീതി. രണ്ടാമത്, ഈ ത്വരീഖത്തിൻ്റെ ഒരു പൂർണ്ണത അത് രൂപപ്പെടുന്നത് ശരിയാത്ത് എന്ന് പറയുന്ന ആ ഒരു ബാഹ്യവും ആന്തരികവുമായ ഖുർആൻ്റെയും ഹദീസിൻ്റെയും മായിട്ടുള്ള ഇഴയെടുപ്പമാണ് ത്വരീഖത്തും ശരിയത്തും തമ്മിലുള്ള ബന്ധം. അപ്പം ഈ ശരിയാത്തില്ലാതെ ത്വരീഖത്ത് പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ മാർഗത്തിൽ ഈ പറയുന്ന വഴിയാത്രയിൽ കൂടെ സൂക്ഷിക്കേണ്ട, വഴിയാത്രയെ സമ്പന്നമാക്കുന്ന, ആ യാത്രയെ സമ്പന്നവും സമ്പുഷ്ടവുമാക്കുന്ന, സഫലവുമാക്കി തീർക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ശരിയാത്ത്. അതിനെ കീപ്പ് ചെയ്തുകൊണ്ടാണ് യാത്ര തുടരേണ്ടത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. മൂന്നാമത് ഹഖീഖത്ത് എന്ന് പറയുന്നതാണ്. അതായത് ഈ യാത്ര അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ, ശരീഅത്തിൻ്റെ കൂടെ ചേർന്ന് പോകുമ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ആ സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഹഖീഖത്ത് എന്നുള്ളതാണല്ലോ സത്യം, യാഥാർത്ഥ്യ ബോധം. അള്ളാഹു എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ അടുക്കുക എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ് ഈ മൂന്നാമതായി പറയുന്നത്. അതിനുശേഷം മുന്നിൽ വെക്കുന്നതാണ് മാരിഫത്ത് എന്ന് പറയുന്ന ആത്മജ്ഞാനം എന്ന് വേണേൽ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്നത്. അതായത് അതും ഹഖീഖത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എന്ന് പറയുന്ന അവൻ്റെ അടുപ്പം, അള്ളാഹുവിനോടുള്ള ബന്ധം, ഇഴയെടുപ്പം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് ശരീഅത്ത് ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹക്കിൻ്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മജ്ഞാനമാണ് മാരിഫത്ത് എന്ന് പറയുന്നത്. ഇത് ലഭിച്ചവരെയാണ് ആരിഫ് അല്ലെങ്കിൽ ആത്മജ്ഞാനി എന്നൊക്കെ പറയുന്നത്. അത്രയും അടുപ്പമുള്ള ഒരു പൊസിഷനാണ് മാരിഫത്ത് എന്ന് പറയുന്നത്. ഇത് തസവുഫിൻ്റെ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ വ്യവഹരിക്കപ്പെടുന്ന പദപ്രയോഗങ്ങളാണ് ഈ 4 പദപ്രയോഗങ്ങളും. ഇതല്ലാതെയും ഇനിയും ധാരാളം പദപ്രയോഗങ്ങൾ തസവുഫിൻ്റെ ചർച്ചകൾ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ ശരീഅത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ തസവുഫ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീഅത്തില്ലാത്ത ത്വരീഖത്തില്ല. ത്വരീഖത്ത് മാത്രമായി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഫോളോ ചെയ്യാൻ കഴിയുകയില്ല. പകരം ത്വരീഖത്ത് നമ്മുടെ ജീവിതത്തിൽ ശരീഅത്ത് ജീവിതത്തിൽ ഇല്ലാതെ ത്വരീഖത്തിനെ പൂർണ്ണമാക്കാൻ ഹഖീഖത്തും അല്ലെങ്കിൽ മാരിഫത്തിലേക്കും എത്താൻ കഴിയുകയില്ല. അതാണ് എല്ലാ പണ്ഡിതന്മാരും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു വിഷയവും കൂടിയുണ്ട്. ഇപ്പോൾ ജുനൈദ് ബാഗ്ദാദിയോ അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ ജീലാനി, അത് ഇമാം ഗസാലി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, സർഹിന്ദി അടക്കമുള്ള പണ്ഡിതന്മാർ വിവിധ നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിൻ്റെ ലോകത്ത് വിവിധ സംഭാവനകൾ അർപ്പിച്ച ഈ പണ്ഡിതന്മാരെല്ലാവരും പ്രധാനമായി എടുത്ത് പറയുന്ന ഒരു പോയിന്റ്, ശരിയാത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലെ അള്ളാഹുവിനോടുള്ള അബദിയത്ത് അത് മുന്നിൽ വെക്കാതെ എന്ത് ചെയ്യാൻ കഴിയില്ല, ആ മാർഗത്തെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ പറയുകയുണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ്
ഇമാം ഗസാലി മുന്നോട്ട് വെക്കുന്നത്. ഇമാം ഗസാലിയുടെ ജീവിത കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് സൂഫികൾ എന്ന് പറയുന്ന ആത്മജ്ഞാനികൾ എന്ന ആ ഒരു ലോകത്ത് വ്യവഹരിക്കുന്ന ആൾക്കാർ ഒരു ലോകത്തും, ഫിഖ് പിൻപറ്റി ആലിം എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ മറ്റൊരു ലോകത്തുമായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇമാം ഗസാലി ആ രണ്ട് സ്ട്രീമിനെയും ആ രണ്ട് വഴിത്താരകളെയും ഒറ്റ വഴിത്താരയാക്കി മാറ്റിയത് യഥാർത്ഥത്തിൽ ഇമാം ഗസാലിയുടെ കാലത്തോടു കൂടിയാണെന്നുള്ള പഠനം നമുക്ക് ലഭിക്കാറുണ്ട്. അതായിരുന്നു ഇമാം ഗസാലിയുടെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന്. അതിൻ്റെ കൂടെ തസവുഫിനെ റീഡിഫൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇമാം ഗസാലി. തസവുഫ് എന്ന് പറയുന്നതിൻ്റെ അള്ളാഹുലേക്ക് അടുക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ശരീഅത്തിനെ ഫോളോ ചെയ്യുന്നതിനെ കുറിച്ചുമുള്ള വർത്തമാനങ്ങൾ 10-ാം നൂറ്റാണ്ടിൽ ഇമാം ഗസാലി മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം, ഈ നൂറ്റാണ്ടുകൾ പിന്നിട്ട് നമുക്കറിയാം ഏതൊരു ആശയമാണെങ്കിലും ഏതൊരു ചിന്തയാണെങ്കിലും നൂറ്റാണ്ടുകൾ പിന്നിട്ട് മാറുന്നതോടുകൂടി പുതിയ ചിന്തകളും പുതിയ സാഹചര്യവും പുതിയ നാടും ഏതൊരു ചിന്തയിലും സ്വാധീനം ചെലുത്തുകയും അതിൻ്റേതായ കാതലായ മാറ്റങ്ങൾ തന്നെ വരുത്താറുമുണ്ട് എന്ന് നമുക്കറിയാം. സ്വാഭാവികമായും 8, 9, 10, 11 നൂറ്റാണ്ടുകളിൽ മുസ്ലിം ലോകത്ത് വിവിധ ധാരകൾ, സൂഫി ധാരകൾ പൊങ്ങി വന്നിരുന്നു. പിന്നീട് അത് വ്യത്യസ്തമായ രീതിയിൽ ഇസ്ലാമിൻ്റെ തന്നെ ചിന്തകൾക്ക് നേരെ വിരുദ്ധമാവുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ ശരീഅത്ത് എന്ന് പറയുന്നതിൻ്റെ നിത്യജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് മാറി അത് വെറും ഒരു വർത്തമാനത്തിലേക്ക് ഒതുക്കുകയും ആത്മജ്ഞാനമെന്നും ജദബെന്നും പറഞ്ഞുകൊണ്ട് അതിലൊരു ഉന്മത്തത കണ്ടെത്തുകയും അതിൽ പിന്നെ ജീവിതത്തിൽ പ്യൂരിറ്റി ഇല്ലാതിരിക്കുകയും വെറും ഇന്നർ പ്യൂരിറ്റി മാത്രം പറയുകയും ഔട്ടർ പ്യൂരിറ്റിനെ കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുകയും അതുപോലെ തന്നെ നിയമസംഹിതകളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പിൽക്കാലത്ത് രൂപപ്പെടുകയുണ്ടായി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇമാം ഗസാലിനെ പോലുള്ള ആൾക്കാർ, പിന്നീട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ പോലുള്ള ആൾക്കാർ തസവുഫിനെ റീഡിഫൈൻ ചെയ്യാൻ കാരണമായത്. ഇമാം ഗസാലിക്ക് ശേഷം 13-ാം നൂറ്റാണ്ടിലുള്ള 14-ാം നൂറ്റാണ്ട് ആ ഒരു കാലത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റും ഇത് തന്നെയായിരുന്നു. അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് പൊതുവേ ഇസ്ലാമിക ലോകത്ത്, മുസ്ലിം ലോകത്ത് അല്ലെങ്കിൽ തസവുഫിൻ്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇപ്പം മൻസൂർ ഹല്ലാജിനെ പോലുള്ള ആൾക്കാരെ പോലെ എന്തുകൊണ്ടാണ് അദ്ദേഹം വിമർശിക്കുന്നത്? നമുക്ക് അദ്ദേഹത്തിൻ്റെ മജ്മുഅത്ത് ഫത്താവ പോലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തസവുഫുമായി ബന്ധപ്പെട്ട രചനകളിലെല്ലാം തസവുഫിനെ കൈകാര്യം ചെയ്യുന്ന ഭാഗത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇവരെ വിമർശിക്കുന്നതായി നമുക്ക് കാണാം. കാരണം മൻസൂർ ഹല്ലാജിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റുണ്ട്. ഒരു ദർവീഷായിരുന്നു. ശരീഅത്തിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചിന്തകളോ അതൊന്നും അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഈ കോംപ്ലിക്കേഷൻ, അതായത് ഒരു തസവുഫ് ഒരിക്കലും ഒരു മുഅ്മിൻ അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണല്ലോ. ഒരു പണ്ഡിതൻ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതിനപ്പുറം ജനങ്ങൾക്ക് ലാളിത്യമുണ്ടാക്കി മാറ്റുക എന്നത് ഒരു പണ്ഡിതൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയ ഭാഷ കൈകാര്യം ചെയ്യുകയും അത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഈ സൂഫികൾക്കിടയിൽ ശക്തമായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് ആധുനിക കാലത്തും മുമ്പും തസവുഫിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടാൻ കാരണം. ഈ ഒരു സാഹചര്യത്തിലാണ് മൻസൂർ ഹല്ലാജിനെ ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വിമർശിക്കുന്നത്. ഇബ്നു അറബീനെ പോലും ആ ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ രചനകളിലെ പ്രശ്നങ്ങളെ വിമർശനപരമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കാണുന്നുണ്ട്. എന്നാൽ അബ്ദുൽ ഖാദർ ജീലാനിയോ അല്ലെങ്കിൽ ഷെയ്ഖ് ഇബ്രാഹിമിന് അദ്ഹം, ജുനൈദുൽ ബാഗ്ദാദി പോലുള്ള മഹാപണ്ഡിതന്മാരെ ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വളരെ ആദരവോടുകൂടി കാണുന്ന സാഹചര്യവും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഇസ്ലാമിക ലോകത്തിൻ്റെ ആൾക്കാരെ വിവിധ കാലങ്ങളായി പണ്ഡിതന്മാർ തന്നെ അവലോകനം ചെയ്യുകയും അതിൻ്റെ വേണ്ട രീതിയിൽ ഈ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഒരു വഴി, അതായത് ഒരു മതിൽ, ഒരു ലിമിറ്റേഷൻ വെക്കുന്നത് ശരീഅത്തുമായി ബന്ധപ്പെട്ട തസവുഫിൻ്റെ കണക്ഷനിലാണ് പണ്ഡിതന്മാർ പ്രാധാന്യം കൊടുക്കുന്നത്. ശരീഅത്തിനെ എവിടെ മുറിയപ്പെടുന്നോ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയുന്നൊരു സാഹചര്യം നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയും. ഇന്ത്യൻ സൊസൈറ്റിയിലെ, ഒരുപക്ഷെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ആദ്യത്തെ തസവുഫിനെ കുറിച്ചുള്ള കൃതിയാണ് കശ്ഫുൽ മഹജൂബ് എന്നറിയപ്പെടുന്നത്. സയ്യിദ് അലി ഹുജ്വേരിയാണ് അതിൻ്റെ ഗ്രന്ഥകർത്താവ്. അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ രചനകളിൽ അദ്ദേഹം തസവുഫിനെ കുറിച്ച ശക്തമായ ഒരു വിമർശന പഠനം നമുക്ക് കാണാൻ കഴിയും. മലയാളത്തിലും വിവിധ ഭാഷകളിലേക്കുമായി അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ അതിൽ പല ഭാഗങ്ങളിലായി അന്നുണ്ടായിരുന്ന പല തസവുഫിൻ്റെ പേരിൽ അറിയപ്പെട്ട പല വിഭാഗങ്ങളെയും ശക്തമായി വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം മലാമത്തികളെ പോലെ അല്ലെങ്കിൽ ബക്തഷികളെ പോലെ ഈ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ തസവുഫിൻ്റെ പേരിൽ അറിയപ്പെട്ട സൂഫി ത്വരീക്കത്തുകളെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രമുഖമായി അദ്ദേഹം കൂടുതൽ വിമർശിക്കുന്നത് മലാമത്തി സിൽസില എന്നറിയപ്പെട്ട ഒരു തസവുഫിൻ്റെ ഗ്രൂപ്പിനെയാണ്. ഇസ്ലാമിക ലോകത്ത് രണ്ട് തരത്തിലുള്ള തസവുഫ് ഗ്രൂപ്പുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് ബാഷറ ഗ്രൂപ്പും രണ്ടത് ബേഷറ ഗ്രൂപ്പും. ഞാൻ പറഞ്ഞല്ലോ, അവിടെയും ശരീഅത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തസവുഫ് ഗ്രൂപ്പുകളെ നമ്മൾ വേർതിരിക്കുക തന്നെ ചെയ്യുന്നത്. ഇത് എപ്പോഴും ഈ ഒരു വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു യൂറോസെൻട്രിക് ഐഡിയനെ ഫോക്കസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വെസ്റ്റേൺ ആൾക്കാരെ ആശയത്തെ പകർന്നെടുത്തുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് സൂഫി ത്വരീക്കത്തിനെ വിമർശിക്കുന്നു എന്ന് പറയുന്നത്, അങ്ങനൊരു വർത്തമാനം നമുക്ക് കേൾക്കാൻ വഴിയുണ്ട്. പക്ഷേ എപ്പോഴും ഇസ്ലാമിനെ മുന്നിൽ വെക്കുമ്പോൾ ശരീഅത്തില്ലാത്ത ഒരു ഇസ്ലാം ഇല്ല എന്നത് അത് പച്ചവെള്ളം പോലെ വ്യക്തമാവുന്ന സാഹചര്യത്തിൽ ആ പറയുന്ന വിമർശനത്തിന് അർത്ഥമില്ല എന്ന് കൂടി ഞാൻ പറയുകയാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള സൂഫി ഗ്രൂപ്പുകളാണ്. ഒന്ന് ബാഷറ ഗ്രൂപ്പും മറ്റൊന്ന് ബേഷറ ഗ്രൂപ്പും. അതായത് ശരീഅത്തിന് അനുകൂലമായി ശരീഅത്തിനെ അനുധാവനം ചെയ്യുന്ന, അതിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഏതൊക്കെ സൂഫി ഗ്രൂപ്പുകളുണ്ടോ അതിനെ ബാഷറ ഗ്രൂപ്പ് എന്നും, ആൻറ്റിനോമിയൻ അതായത് ഇസ്ലാമിൻ്റെ നോംസിനെയും കൾച്ചറിനെയും ഇസ്ലാമിൻ്റെ അദബുകളെയും ഇസ്ലാമിൻ്റെ മര്യാദകളെയും വാല്യൂസിനെയും എതിർക്കുന്ന അല്ലെങ്കിൽ അനുകൂലിക്കാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ പാലിക്കാത്ത സൂഫി ഗ്രൂപ്പുകളെ ബേഷറ എന്ന് പറയുന്നു. ബാഷറ എന്ന് പറയുന്നതും അത് ബേഷറ എന്ന് പറയുന്നതും പേർഷ്യൻ ടെർമിനോളജികളാണ്. അതായത് ഷെറഈ ആയ എന്നാണ് ബാഷറ എന്നതിൻ്റെ അർത്ഥം. ബേഷറ എന്ന് വെച്ചാൽ ഷെറഈ വിരുദ്ധമായ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിൽ ആൻറ്റിനോമിയൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഇന്ന് നിലവിൽ മലാമത്തി സിൽസില, ബക്തഷി സിൽസില, ഹുറൂഫി സിൽസില, കലന്തരി സിൽസില, അതുപോലെ തന്നെ ഇങ്ങനെ നിരവധി സിൽസിലകൾ ഇതിൻ്റെ പേരിൽ ബേഷറ സിൽസിലകളായി അറിയപ്പെടുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണത് അങ്ങനെ വേർതിരിക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീഅത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ വേർതിരിയുന്നതിൻ്റെ. അവിടെ എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പുകളെ മറ്റൊരു കമ്പാർട്ട്മെൻ്റ് ഇത് ബേഷറ വിഭാഗത്തിലേക്ക് മാറ്റുന്നത്? പ്രധാനപ്പെട്ട കാരണം നിത്യജീവിതത്തിൽ ശരീഅത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലെ അവ്യക്തതയാണ് ഈ സൂഫി ഗ്രൂപ്പുകളെ ബേഷറ ആൻറ്റിനോമിയൻ സൂഫി ഗ്രൂപ്പുകളാക്കി മാറ്റാൻ കാരണം. നമസ്കാരമോ അല്ലെങ്കിൽ ഔട്ടർ പ്യൂരിറ്റിയോ പോലും സൂക്ഷിക്കാത്ത, നമസ്കാരങ്ങളെക്കുറിച്ചും ഇബാദത്തുകളെക്കുറിച്ചും പരിഗണിക്കാത്ത, അല്ലെങ്കിൽ ഒരു മുസ്ലിം സാമൂഹിക ജീവിതത്തിന് പരിഗണന കൊടുക്കാത്ത വിഭാഗങ്ങൾക്കാണ് പലപ്പോഴും ബേഷറ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കശ്ഫുൽ മഹ്ജൂബിൽ സയ്യിദ് അലി ഹുജ്വേരി മലാമത്തി സിൽസിലകളെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു ഷെയ്ഖ് മലാമത്തി സിൽസില എന്ന് പറയുന്നത് സ്വയം ആക്ഷേപം വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ട് തങ്ങൾ സ്തുതികൾക്കും കീർത്തികൾക്കും സ്തുതികീർത്തനങ്ങൾക്ക് അർഹരല്ല എന്ന് സ്വയം ബോധിപ്പിക്കുന്ന ഒരു രീതിയാണ് മലാമത്തി സിൽസിലകൾ ആദ്യകാലത്ത് സ്വീകരിച്ചു വന്നത്. അതായത് ഇതിൻ്റെ പണ്ഡിതന്മാർ, ഇതിൻ്റെ ആദ്യ ആൾക്കാർ മോശമായിരുന്നു എന്നല്ല പറയുന്നത്, പിൽക്കാലത്ത് രൂപപ്പെട്ട ഒരു ചിന്തയെ അതിൻ്റെ എക്സ്ട്രീം തലത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി വിശദീകരിക്കുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. അതായത് സ്വയം തന്നെ ആക്ഷേപം വിളിച്ചു വരുത്തുക എന്ന തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അതായത് ആരുടെ മുന്നിലും എനിക്ക് ഒരു ലോകമാന്യത വേണ്ട, റിയാ എനിക്ക് കാണിക്കണ്ട, എനിക്ക് ആരുടെയും കീർത്തി വേണ്ട, പടച്ചവൻ്റെ മാത്രം തൃപ്തി മതി എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് അതിനൊരു സാമൂഹ്യപരമായ പശ്ചാത്തലം പിൽക്കാലത്ത് രൂപപ്പെട്ടു എന്നുള്ളതാണ് സംഭവിച്ചത്. അതിൻ്റെ ഉദാഹരണമാണ് സയ്യിദ് അലി ഹുജ്വേരി പറയുന്നത്. അദ്ദേഹം പറയണത് ഇങ്ങനെ ഒരു ഷെയ്ഖ്, മലാമത്തി സിൽസിലയിലെ ഒരു ഷെയ്ഖായിരുന്നു അത്രേ. അദ്ദേഹം ഒരു നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ നാട്ടുകാരൊക്കെ വലിയ പണ്ഡിതനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഒരുക്കാൻ തീരുമാനിച്ചു. ഇദ്ദേഹം ഇതറിഞ്ഞു, ഈ സംഭവം. അദ്ദേഹം നേരെ നോമ്പെടുത്തിരിക്കുകയായിരുന്നു അത്രേ. അത് സുന്നത്ത് നോമ്പെടുത്തിരിക്കുകയായിരുന്നു.
അദ്ദേഹം നേരെ പട്ടണത്തിലേക്ക് എത്തുകയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു റൊട്ടിയെടുത്ത് തിന്നതോടുകൂടി നാട്ടുകാരൊക്കെ, സുന്നത്തായി നോമ്പെടുത്തിരുന്ന ഒരാൾ റൊട്ടിയൊക്കെ എടുത്ത് തിന്നുമ്പോൾ എന്താണെന്നും പറഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ ഇദ്ദേഹത്തെ ആക്ഷേപിച്ച് പിൻവാങ്ങുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതവിടെ കാണിക്കുന്നത് ഈ പറയുന്ന എനിക്ക് ആ സ്വീകാര്യതൊന്നും വേണ്ട എന്ന് പറയുന്ന രീതിയാണ്. പക്ഷേ ഇവരുടെ ഈ പറയുന്ന രീതികളിൽ പിന്നീട് എന്ത് ചെയ്തു, ഈ ശരിയായി വിരുദ്ധമായ രീതികൾ പോലും കടന്നു വരാൻ തുടങ്ങി എന്നുള്ളതാണ്. ചില ആൾക്കാർ ഡൈ ബിഫോർ ഡൈ, അതായത് മൗത്ത് കബലൽ മൗത്ത് എന്ന് പറയുന്ന ഒരു ആശയം ഇവർ മുന്നോട്ട് വെച്ചു. ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങൾ, അതായത് മരിക്കുന്നതിന് മുമ്പേ മരണം, അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവിക മരണത്തിന് മുമ്പേ തന്നെ മരിച്ചതായി മാറുക, അങ്ങനെ ജീവിക്കുക. അപ്പോൾ ആ ഒരവസ്ഥയിൽ പടച്ചവനിലേക്ക് അടുക്കാനുള്ള എക്സ്ട്രീം ത്വര, അങ്ങേയറ്റത്തെ തീവ്രമായ ത്വര കീപ്പ് ചെയ്യുക. അപ്പോൾ ഇവരൊക്കെ ചില ആൾക്കാർ പിൽക്കാലത്ത് ചെയ്ത സ്വന്തം രോമങ്ങൾ, പുരികം, മീശ, കണ്ണിലെയും അവിടുത്തെ മുഴുവൻ വടിച്ച് ശരീരം മുഴുവൻ രോമമില്ലാതാക്കി മാറുന്ന ഒരു ജഡരൂപത്തിലേക്കാക്കി മാറ്റുന്ന സ്വാഭാവിക സംഭവങ്ങളൊക്കെ പിൽക്കാലത്തുണ്ടായിരുന്നു. അത് മാത്രമല്ല ജമാലിയത്ത്, അള്ളാഹുവിൻ്റെ ജമാലിയത്ത് സുന്ദരമായ വദനങ്ങളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുന്ദര ചെറുപ്പക്കാരിലേക്ക് ശ്രദ്ധ ചെലുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ സൗന്ദര്യം മുഖങ്ങളിലുണ്ട്, അപ്പോൾ സുന്ദരമായ മുഖങ്ങളിൽ അള്ളാഹുവിൻ്റെ ജമാലിയത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആശയത്തിനെ തീവ്രമായി കാണുന്ന ഒരു സാഹചര്യമൊക്കെ ഹുറൂഫി സിൽസിലകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന മലാമി സിൽസില, അതുപോലെ തന്നെ കലന്തിരി സിൽസില, ഈ കലന്തിരി സിൽസില, മലാമി സിൽസില പോലുള്ള വിവിധ സിൽസിലകൾ ഈ രൂപത്തിൽ മാറിയപ്പോൾ നമുക്കറിയാവുന്ന ഇന്ന് നമ്മൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട നക്ഷബന്ദി, സുഹ്റവർദി, ഖാദിരി, ചിഷ്തി, അതുപോലെ തന്നെ തിജാനി, ഇങ്ങനെയുള്ള സൂഫി ത്വരീഖത്തുകൾ ഷറായി അടിസ്ഥാനത്തിൽ തന്നെ പറയുന്ന ത്വരീഖത്തുകളാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇവർക്കിടയിൽ പിൽക്കാലങ്ങളിൽ ഈ പറയുന്ന ബേഷറ ഗ്രൂപ്പുകൾ പലതും ഈ ബാഷറ ഗ്രൂപ്പുകളിലേക്ക് മിക്സ് ആവുകയും പിൽക്കാലത്ത് ഇവർക്കിടയിൽ പോലും അതായത് മുഖ്യധാര സൂഫി ഗ്രൂപ്പുകൾക്കിടയിൽ പോലും ഷറഈ വിരുദ്ധമായ ചിഹ്നങ്ങളും ആക്ഷൻസും കാണുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അപ്പം എല്ലാവരും തെറ്റുകളിൽ നിന്ന് മുക്തരല്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പോലും ഈ പറയുന്ന സിൽസിലകൾ ഇന്നും സജീവമായി നിലനിൽക്കുകയും ഈ പറയുന്ന, അതായത് ബാഷറ, ശരിയായി അനുകൂലമായ അനുഗമിക്കുന്ന സിൽസിലകൾ വിവിധ മുസ്ലിം ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ഇന്നും അവിടുത്തെ ഒരു മുസ്ലിം മൊബിലിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നൈജീരിയ പോലെ, അൾജീരിയ പോലുള്ള പ്രധാന ഭാഗങ്ങളിൽ തിജാനി ത്വരീഖത്തിൻ്റെ ശക്തമായ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. ഇനി ഞാൻ പറയുന്നത്, ഈ സൂഫി ത്വരീഖത്തുകളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ആത്മീയമായ ഒരു സാഹചര്യത്തിൽ നിന്ന് മാത്രമല്ല. സൂഫി ത്വരീഖത്തുകൾക്ക് മറ്റൊരു വശവും കൂടിയുണ്ട്. അതായത് അവിടുത്തെ ഇസ്ലാമിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്നതായതുകൊണ്ട് ആ നാട്ടിൻ്റെ ഇസ്ലാമിക ആവശ്യങ്ങളുടെ ഒരു മുഖമായി ഈ സൂഫി ത്വരീഖത്തുകൾ മാറിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യകാല സൂഫി ത്വരീഖത്ത് തന്നെ ഉദാഹരണം എടുത്തു നോക്കുക. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തുടക്കത്തിലേക്കും അതിൻ്റെ ഒരു വ്യാപനത്തിലേക്കും വളർച്ചയിലേക്കും പ്രധാനപ്പെട്ട ഒരു ടൂളായി മാറിയത് യഥാർത്ഥത്തിൽ ബക്തഷി സൂഫി സിൽസിലകളുടെ പങ്കായിരുന്നു. അതായത് ഹാജി ബക്തഷി വലി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഷേഖ് അഹമ്മദ് യസബി എന്ന് അറിയപ്പെട്ട യസബി സിൽസിലയുടെ ഷേഖായ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു ഹാജി ബക്തഷി വലി. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളാണ് ഹാജി എബ്രാൻ വലി, ഫാത്തിമ ബജി, ഷേഖ് യദബലി എന്നെ പോലുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ. ഇവരെല്ലാം ഉസ്മാനി ഖിലാഫത്തിൻ്റെ തുടക്കക്കാരായ എർത്തുഗുലും അല്ലെങ്കിൽ സുലൈമാൻ ഷാ, എർത്തുഗുലു, ഉസ്മാൻ ഖാൻ, ഓർഖാൻ ഖാൻ അടക്കമുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയവരും കൂടിയായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ. അതുമാത്രമല്ല, ഇവർ പടയാളികളായി മാറുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ഒരേ സമയം തന്നെ നമ്മൾ ഈ സൂഫി എന്ന് വിളിക്കുമ്പം അപ്പൊളിറ്റിക്കലായി, സാമൂഹിക വിരുദ്ധരായി അല്ലെങ്കിൽ സാമൂഹിക താല്പര്യമില്ലാത്തവരായി മാത്രം കാണരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പം ഇങ്ങനെ ബക്തഷി സൂഫി സിൽസിലകൾ ശക്തമായ ഒരു ഖിലാഫത്തിൻ്റെ വളർച്ചയിലേക്കുള്ള ഒരു ഗ്രൂപ്പിൻ്റെ പിൻബലമായി മാറിയ ഒരു ചരിത്രം അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇബ്നു അറബീനെ സൂഫി തിയോളജിയൻ അല്ലെങ്കിൽ ഒരു തത്വചിന്തകൻ എന്ന രീതിയിലേക്ക് മാത്രം ചുരുക്കുന്നതിൻ്റെയും ഒരു പ്രശ്നമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച്
ഇബ്ൻ അറബീനെ കുറിച്ച് ഞാനൊരു പഠനം തയ്യാറാക്കിയിരുന്നു. ഞാനതിൽ പ്രധാനപ്പെട്ട പറയുന്നൊരു പോയിന്റ്, ഇബ്ൻ അറബിയുടെ ജീവിതം തുടക്കം മുതൽ ഉസ്മാനി ഖിലാഫത്തിൻ്റെ അവസാനം വരെയും ഉസ്മാനി ഖിലാഫത്തിൻ്റെ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ചിന്തയ്ക്ക് പിൻബലമായി വർത്തിച്ചത് ഈ പറയുന്ന ഇബ്ൻ അറബിയുടെ ചിന്തകളായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സൽത്തനത്തായ ഒരു മുസ്ലിം ഭരണകൂടമായ ഖിലാഫത്തിന്, ഉസ്മാനിയ ഭരണകൂടത്തിന് ഖിലാഫത്ത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന പൊളിറ്റിക്കൽ ഫിലോസഫിയെ ചേർത്ത് വെച്ച പ്രധാനപ്പെട്ട ആൾ ഇബ്ൻ അറബിയുടെ ചിന്തകളിലൂടെയാണ് അത് സംഭവിച്ചെന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചരിത്രങ്ങളൊക്കെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. സഫവി ഉസ്മാനി യുദ്ധം നടക്കുന്ന കാലഘട്ടം 16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ വിവിധ കാലഘട്ടങ്ങളിലായി സഫവി ഉസ്മാനി യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഉസ്മാനികളുടെ സഫവി എന്ന് പറയുന്നത് ഷിയഈ ഒരു സൂഫി ത്വരീഖത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു ഷെയ്ഖ് സഫിയുദ്ദീൻ്റെ 13-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഷെയ്ഖ് സഫിയുദ്ദീൻ എന്ന് പറയുന്ന സുന്നി പണ്ഡിതൻ്റെ ചിന്തയിൽ നിന്നാണ് സഫവി സിൽസില രൂപപ്പെടുന്നത്. പിന്നീട് അത് 14-15 നൂറ്റാണ്ടാവുന്നതോടുകൂടി അത് ഷിയഈ സിൽസിലയായി മാറുകയും 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1501 ഷെയ്ഖ് ഇസ്മായിൽ സഫവി ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നതോടുകൂടി ഷിയഈ പൊളിറ്റിക്കൽ ഐഡിയോളജി സ്വീകരിക്കുകയും അത് മുഴുവനായും ഷിയഈ സിൽസിലയായി മാറുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഉസ്മാനി ഖിലാഫത്ത് ശക്തമാവുന്നതും. ഈ ഒരു കാലഘട്ടത്തിൽ 16, 17, 18 നൂറ്റാണ്ടുകളിൽ ഈ രണ്ട് അധികാര ശക്തികളും തമ്മിൽ ശക്തമായ യുദ്ധങ്ങൾ ഉണ്ടാവുകയും ആ ഒരു സാഹചര്യത്തിൽ ഉസ്മാനി ഖിലാഫത്ത് എന്ന് പറയുന്ന ആശയത്തിന് ഏറ്റവും കൂടുതൽ ഐഡിയോളജിക്കൽ പിൻബലം കൊടുത്തത് ഇബ്ൻ അറബിയുടെ ചിന്തകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതൊരു സംഭവം ഈ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഒരു പ്രതിനിധി സംഘം ഉസ്മാനി ദർബാറിൽ വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രണ്ട് പ്രതിനിധികളും തമ്മിലുള്ള വർത്തമാനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഉസ്മാനി പ്രതിനിധി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, എന്തുകൊണ്ടാണ് ഉസ്മാനി ഖിലാഫത്തിന് കൂടുതൽ ഹെജമണി വേണ്ടത്, അതിൻ്റെ ദീനി പിൻബലം എന്താണ് എന്ന് പറയുമ്പോഴുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഒന്ന്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിൻ്റെ ഫലമാണ് ഉസ്മാനി ഖിലാഫത്ത് എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം വെക്കുന്നത് ഇബ്ൻ അറബിയുടെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ പ്രവചനവും കൂടിയാണ് ഉസ്മാനി ഖിലാഫത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നൊരു പോയിന്റ് അന്ന് ആ പ്രതിനിധി സഫവികൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇബ്ൻ അറബി സാധാരണ ഒരു ഫിലോസഫർ എന്നതിൻ്റെ അപ്പുറം വലിയൊരു സാമ്രാജ്യത്വത്തിൻ്റെ വലിയൊരു അധികാര ശ്രേണിയുടെ ആചാര്യനായി മാറുന്ന സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ ഉമറുൽ ഹുസി എന്നറിയപ്പെട്ട ഈ നൈജീരിയൻ ഭാഗത്ത് ഇസ്ലാമിക സ്ഥാപിച്ച ഖാദിരി ത്വരീഖത്തിൻ്റെ, തിജാനി ത്വരീഖത്തിൻ്റെ ആൾ, അതുപോലെ തന്നെ സുദോക്കോ ഖിലാഫത്ത് സ്ഥാപിച്ച ഉസ്മാൻ ദാഫോദിയയുടെ, അദ്ദേഹം ഖാദിരി ത്വരീഖത്തിൻ്റെ ആളായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ USSRനെതിരെ പോരാടിയ ഇമാം ഷാമിൽ, ചെച്നിയയിലെ ഇമാം ഷാമിൽ, അദ്ദേഹം നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ആളായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നക്ഷബന്ദി എല്ലാ ത്വരീഖത്തിൻ്റെയും ഖലീഫയായി മാറിയ, പിന്നീട് നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ പ്രധാന ഷേഖായി മാറിയ സയ്യിദ് അഹമ്മദ് സർഹിന്ദി, അക്ബറിൻ്റെ ദീന ഇലാഹീനെ ഇല്ലാതാക്കിയ, ജഹാംഗീറിൻ്റെ കാലത്ത് ഇസ്ലാമിക നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മുജദ്ദിദ് അൽ ഫസാനി എന്ന് വിളിക്കപ്പെടുന്ന സയ്യിദ് അഹമ്മദ് സർഹിന്ദി, പിന്നീട് ഷാവുലിദ ദഹ്ലവി, അതായത് ഷാവുലിദ ദഹ്ലവി എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചിന്താപരമായും ബൗദ്ധികമായും ശാക്തികമായും, അതായത് ശാക്തികമായി എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, മുഗൾ സാമ്രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അഹമ്മദ് ഷാ ദുർറാനിനെ കത്തെഴുതി വിളിച്ചു വരുത്തുകയും ഈ മുഗൾ സാമ്രാജ്യത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജാട്ട് മറാഠ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി തിരിച്ച് അധികാരം മുഗൾ സാമ്രാജ്യത്തിന് കയ്യിലേൽപ്പിച്ചു കൊടുത്ത് പോകുന്ന അഹമ്മദ് ഷാ ദുർറാനിനെ കത്തെഴുതി വിളിച്ചു വരുത്തിയത് ഷാവുലിദ ദഹ്ലവി ആയിരുന്നു. ആ ഒരു തരത്തിൽ, അതായത് സാമൂഹികമായ രാഷ്ട്രീയപരമായ ചിന്തകൾ മുന്നോട്ട് വെച്ച ഇവരുടെ ചരിത്രവും കൂടി അടങ്ങുന്നതാണ് തസവുഫ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറയുന്ന മൗലാന മൗദൂദിയുടെ ചിന്തകൾ നമ്മൾ പറയാറുണ്ട്, വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, അതായത് ഒരു നാഷൻ ബിൽഡിങ്ങിൻ്റെ
ഒരു ഗ്രാജുവൽ ഗ്രൗത്തിനെ കുറിച്ച് മൗലാന മൗദൂദി മുന്നോട്ട് വെക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ, അതേ ചിന്തയുടെ 18-ാം നൂറ്റാണ്ടിൻ്റെ മറ്റൊരു മുഖമായിരുന്നു ഷാവിർദ ദഹ്ലവിയുടെ ഇർത്തിഫാഖാത്ത് എന്ന് വിളിക്കപ്പെടുന്ന ചിന്ത. വ്യക്തി, കുടുംബം, നഗരം, രാഷ്ട്രം. മൗദൂദി സാഹിബ് സമൂഹം എന്നാണ് വെച്ചിരുന്നതെങ്കിൽ ഷാവിർദ ദഹ്ലവി അന്ന് 18-ാം നൂറ്റാണ്ടിൽ നഗരം എന്നാണ് വെച്ചത്. അദ്ദേഹം കാരണം ഡൽഹി ജീവിതത്തിലുള്ള നഗരം ഒരു മുസ്ലിം ഭരണത്തിൻ്റെ കേന്ദ്രമായിരുന്ന ഒരു സാഹചര്യത്തിൽ എക്കണോമിക്കലായും മിലിറ്ററിയായും അതുപോലെ തന്നെ സോഷ്യലായും പൊളിറ്റിക്കലായും കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എന്നതുകൊണ്ടാണ് അദ്ദേഹം നഗരത്തെ മുന്നോട്ട് വെച്ചത്. ആ ഒരു തരത്തിൽ ഒരു നാഷണൽ ബിൽഡിങ്ങിൻ്റെ ചിന്തയെ മുന്നോട്ട് വെച്ച ആളാണ് ഷാവിർദ ദഹ്ലവി. ഇതുപോലെ തന്നെ മുസ്ലിം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. ഇന്ന് 20-ാം നൂറ്റാണ്ടിൽ ഉസ്മാനി ഖിലാഫത്തിൻ്റെ പതനത്തിന് ശേഷം തുർക്കിയിലെ തന്നെ, അതായത് ശക്തമായ യൂറോപ്യനൈസേഷൻ, സെക്കുലറൈസേഷൻ, വെസ്റ്റേണൈസേഷൻ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരുന്ന തുർക്കി ഭരണകാലഘട്ടത്തിനിടയിൽ, കമാലിസ്റ്റുകളുടെ ഭരണകാലഘട്ടത്തിനിടയിൽ അവിടുത്തെ മുസ്ലിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിച്ചത് ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയുടെ ചിന്തകളായിരുന്നു. ആ ചിന്തയായിരുന്നു പിന്നീട് ആധുനിക തുർക്കിയുടെ ഇസ്ലാമിക നവജാഗരണത്തിന് നേതൃത്വം കൊടുത്തത്. അതിനുശേഷം ശക്തമായ ധാരാളം സൂഫി സിൽസിലകൾ തുർക്കിയിൽ തന്നെ രൂപപ്പെട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട നക്ഷബന്ദി സിൽസിലയുടെ മറ്റൊരു ഷെയ്ഖാണ് ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന് അറിയപ്പെടുന്ന നക്ഷബന്ദി സിൽസിലയുടെ പ്രധാനപ്പെട്ട ഷെയ്ഖ്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന AK പാർട്ടിയുടെയും അതിനു മുമ്പ് AK പാർട്ടിയുടെ തന്നെ മുൻ ഭാഗമായിരുന്ന നജമുദ്ദീൻ അർബക്കാൻ്റെ പാർട്ടിയായ മില്ലി ഗൗരുഷ് അല്ലെങ്കിൽ നാഷണൽ ഔട്ട്ലുക്ക് മൂവ്മെൻറ്റിൻ്റെ ചിന്തയെ മുന്നോട്ട് വെച്ചത് യഥാർത്ഥത്തിൽ ഷെയ്ഖ് സാഹിദ് കോത്കു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും ആജ്ഞാപ്രകാരമാണ് നജമുദ്ദീൻ അർബക്കാൻ പാർട്ടി രൂപീകരിക്കുന്നത് തന്നെ. ആ ഒരു തരത്തിലേക്ക് രാഷ്ട്രീയ ചിന്തയും സാമൂഹികമായ ചിന്തകളും മുന്നോട്ട് വെച്ച ആളാണ് ഷെയ്ഖ് സാഹിദ് കോത്കു. ഈ തരത്തിൽ വിവിധ ലോകങ്ങളിൽ ഇസ്ലാമിക ലോകത്ത് പൊളിറ്റിക്കലായും സാമൂഹികമായും ഇടപെട്ട സൂഫികളുടെ ചരിത്രം നമുക്ക് മുന്നോട്ട് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, തസവൂഫ് ഗ്രൂപ്പുകൾ നമുക്ക് പ്രധാനമായും 3ആയി തരംതിരിക്കാം. ഒന്ന് ഹൈലി പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എപ്പോഴും പൊളിറ്റിക്കലി ഇൻക്ലൈൻഡ് ആയ സൂഫി ഗ്രൂപ്പുകൾ, എപ്പോഴും അധികാരത്തിൻ്റെ പദവിയിൽ ഇരിക്കുകയോ അധികാരത്തിനോടൊപ്പം ചലിക്കുകയോ ആ ഒരു സംസാരം നടത്തുകയോ ചെയ്യുന്ന സൂഫി ഗ്രൂപ്പുകൾ. ഉദാഹരണം ഈ സുഹ്റവർദി സൂഫി സിൽസില, നക്ഷബന്ദി സൂഫി സിൽസില, തിജാനി സൂഫി സിൽസില, ഈ പലപ്പോഴും അത് ചിഷ്തിയും ഖാദിരി സൂഫി സിൽസിലകളും ഈ പറയുന്ന മുഖ്യധാര സൂഫി സിൽസിലകളെല്ലാം പലപ്പോഴും അധികാരത്തിൻ്റെ കൂടെ പോയ ഒരു ചരിത്രമുണ്ട്. കൂടാതെ മോശമായ രീതിയിലല്ല, പക്ഷേ പൊളിറ്റിക്കലായി സോഷ്യലായി ജീവിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഈ ഷെയ്ഖ് സുഹ്റവർദീൻ, അബു ഹഫ്സ് ഉമർ അൽ സുഹ്റവർദി, അതായത് സുഹ്റവർദി സിൽസിലയിലെ പ്രധാനപ്പെട്ട ഷെയ്ഖന്മാരിൽ ഒരാളായിരുന്നു. അവാരിഫുൽ മആരിഫിൻ്റെ കർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ സാമൂഹിക ജീവിതത്തിൽ ഇടപെടേണ്ടത് അനിവാര്യമാണ് എന്ന് കൽപ്പിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഉസ്മാനി അബ്ബാസി ഖലീഫയുടെയും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ രാജാവിൻ്റെയും ഇടയ്ക്കുള്ള അംബാസഡറായി ജീവിതം കഴിച്ചു കൂട്ടിയ ആളായിരുന്നു അബു ഹഫ്സ് ഉമർ അൽ സുഹ്റവർദി. അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ സുഹ്റവർദി സിൽസില കൊണ്ടുവന്ന സക്കരിയ മുൽത്താനി അടക്കമുള്ള ആൾക്കാർ ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂടങ്ങളെ അതത് വിവിധ നാടുകളിൽ ഇസ്ലാമികവൽക്കരണത്തിന് നിർദ്ദേശിച്ച ആളും കൂടിയായിരുന്നു സക്കരിയ മുൽത്താനി സുഹ്റവർദി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സുഹ്റവർദി സിൽസിലയുടെ പണ്ഡിതൻ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ വിവിധ തുടക്കം മുതലുള്ള, അതായത് ഡൽഹി സൽത്തനത്തുകളുടെ ചരിത്രം, അത് മംലൂക്കുകളുടെ ചരിത്രമാവട്ടെ, സയ്യിദി, ഖിൽജി, മംലൂക്ക് അടക്കമുള്ള ഗോരി, അതിനുശേഷമുള്ള ലോധി, പിന്നീട് മുഗൾ ഡൈനാസ്റ്റികളുടെ ചരിത്രമാവട്ടെ, ആദിൽ ഷാഹി പോലുള്ള വിവിധ ചെറിയ നവാബുമാരുടെ രാജവംശങ്ങളുടെ ചരിത്രമാവട്ടെ, എല്ലാ ഭാഗങ്ങളിലും സൂഫി സിൽസിലകൾ ശക്തമായ സ്വാധീനം ചെലുത്തിയ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അധികാരത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻക്ലൈൻഡായ സൂഫി ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷബന്ദി സൂഫി സിൽസിലയും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നക്ഷബന്ദി സൂഫി സിൽസിലകളുടെ പ്രധാനപ്പെട്ട 11 പ്രിൻസിപ്പിൾസിൽ ഒന്നാണ് ഖൽവത്ത് ദർ അഞ്ജുമൻ, അതായത് ജനങ്ങൾക്കിടയിൽ പെരുമാറുക, ജീവിക്കുക. നമ്മൾ മലയാളത്തിൽ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് നമുക്കതിനെ പേരിട്ട് വിളിക്കാം.
അതായത് ജനങ്ങൾക്ക് ഇടയിൽ ജീവിക്കുക, പക്ഷേ ഹൽവത്ത് അതായത് ഏകാന്തത അനുഭവിക്കുകയും ചെയ്യുക. അതായത് ഏകാന്തത, മനസ്സ് പടച്ചവൻ്റെ ഒപ്പം, ശരീരം അബുദുകൾക്കൊപ്പം, അടിമകൾക്കൊപ്പം. ആ ഒരു തരത്തിൽ ശക്തമായ ഒരു ചിന്ത പുലർത്തിയവരായിരുന്നു ഈ നക്ഷബന്ദി സിൽസിലയും. അതുകൊണ്ട് തന്നെയാണ് ഇന്നും തുർക്കിയിലുള്ള എല്ലാ പാർട്ടികളും, എർബക്കാനും എർദോഗാനും അടക്കമുള്ള ആൾക്കാരൊക്കെയും നക്ഷബന്ദി സിൽസിലയുടെ ഫോളോവേഴ്സാണ്. വിവിധ ഭാഗങ്ങളിലും ഇന്നും അങ്ങനെ തന്നെയാണ് അവർ ജീവിക്കുന്നത് മുസ്ലിം ലോകത്ത്. അതുപോലെ തന്നെയാണ് മറ്റൊരു ഗ്രൂപ്പാണ് ഓപ്പോസിഷനിലായി മാറിയ ചരിത്രവും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സയ്യിദ് അഹമ്മദ് സർഹിന്ദി അക്ബറിൻ്റെ ഓപ്പോസിഷനിലായിരുന്നു. നിസാമുദ്ദീൻ ഔലിയ അല്ലെങ്കിൽ നിസാമുദ്ദീൻ ഔലിയ ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെയും അടക്കമുള്ള ആൾക്കാരുടെയും ഓപ്പോസിഷനിലായി മാറിയ ഒരു ആളായിരുന്നു. മൊയ്നുദ്ദീൻ ചിശ്തി, അജ്മീർ ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി, അദ്ദേഹവും ഗോരീനെ വിമർശിക്കുന്ന ചരിത്ര സംഭവങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് മുഹമ്മദ് ഗോരിയിൽ മുഹമ്മദുണ്ട്, എന്നാൽ പേരിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ മുഹമ്മദ് ഗോരീനെ വിമർശിക്കുന്നതായിട്ട് ചില സന്ദർഭങ്ങൾ നമുക്ക് മൊയ്നുദ്ദീൻ ചിശ്തിയുടെ വർത്തമാനങ്ങൾ കാണാൻ കഴിയും. അതായത് ഒരു അധിനിവേശകനോ അല്ലെങ്കിൽ ക്രൂരനോ എന്ന രീതിയിലാണ് മുഹമ്മദ് ഗോരിയുടെ പര്യടനങ്ങളെ മൊയ്നുദ്ദീൻ ചിശ്തി കാണുന്നത്. അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിലും ഇതേപോലുള്ള ഓപ്പോസിഷനിലായും വർക്ക് ചെയ്ത ഒരുപാട് പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് പക്ക അപ്പൊളിറ്റിക്കലായി ജീവിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ ബേഷറ ഗ്രൂപ്പുകൾ നല്ലൊരു ശതമാനം ആൾക്കാർ വെറുതെ ഖാൻകാകളിലോ അല്ലെങ്കിൽ അലസരായി അല്ലെങ്കിൽ ദർവീഷുകളായി കറങ്ങി നടക്കുകയും ഇങ്ങനെ ആ ഒരു ജീവിതം നയിക്കുകയും ചെയ്ത ആൾക്കാർ, സാമൂഹികമായി യാതൊരു ഇടപെടലും ഇല്ലാതെ ജീവിക്കുന്ന അപ്പൊളിറ്റിക്കലായ ഗ്രൂപ്പും തസവൂഫ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പൊളിറ്റിക്കലി ഇൻക്ലൈൻഡായ അല്ലെങ്കിൽ ഓപ്പോസിഷണൽ പവറായി മാറിയ, അതിൻ്റെ കൂടെ തന്നെ അപ്പൊളിറ്റിക്കലായി നിൽക്കുന്ന, ഇങ്ങനെ 3 തരത്തിലേക്ക് തസവൂഫിൻ്റെ ഗ്രൂപ്പുകളെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഇവരുടെ ചിന്തകളുടെ ചില പ്രത്യേകതകൾ. ഇപ്പോൾ ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇഹ്സാൻ എന്ന് നമുക്കറിയാം. അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക് എന്ന് പറയുന്ന ഹദീസാണല്ലോ ഇഹ്സാനെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉള്ളത്. അതായത് അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. നിങ്ങൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്ന് പറയുന്ന ആശയമാണല്ലോ അതിൻ്റെത്. ആ ഒരു രീതി, അതായത് അള്ളാഹുവിനെ നേരിട്ട് കാണുന്ന ഫീലിങ്ങിലായിരിക്കുക. അപ്പോൾ മുഹ്സിനായിരിക്കുക. മുഹ്സിൻ എന്ന് പറയുന്ന, ഇഹ്സാൻ എന്ന് പറയുന്നതിൻ്റെ ഭാഷാർത്ഥം ഒരു കാര്യത്തെ പെർഫെക്റ്റായി ചെയ്ത് തീർക്കുന്നതിനെയാണ് ഇഹ്സാൻ എന്നതിൻ്റെ ഭാഷാർത്ഥം. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുക. അപ്പം മുഹ്സിൻ എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് മാനായി മാറുക. ആ ഒരു തലത്തിൽ നിന്നാണ് അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ചർച്ചയും രൂപപ്പെടുന്നത്. തസവൂഫ് ഗ്രൂപ്പുകളിലെ ശക്തമായ ഒരു ഒരു പ്രധാനപ്പെട്ട ടെർമിനോളജിയും കൂടിയാണ് അൽ ഇൻസാനുൽ കാമിൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ ചർച്ച നടക്കുന്നത്. ഷേഖ് ഇബ്ൻ അറബിയും അതുപോലെ തന്നെ വിവിധ പണ്ഡിതന്മാരും ആധുനിക ലോകത്ത് അല്ലാമ ഇഖ്ബാൽ പോലും അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ചർച്ചയെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പൂർണനായ പരിശുദ്ധനായ സൃഷ്ടിയാണ്. അഷ്റഫുൽ ഖൽഖ് എന്ന് നമ്മൾ തന്നെ വിളിക്കുന്ന ഏറ്റവും പരിശുദ്ധനായ ഏറ്റവും സവിശേഷനായ സൃഷ്ടിയാണ്. അപ്പോൾ ആ ഒരു സൃഷ്ടിയിലേക്കുള്ള ആ ഒരു മോഡൽ, നബി മുഹമ്മദ് എന്ന് പറയുന്ന മോഡൽ സ്വീകരിക്കുക എന്നതിൻ്റെ ഒരു ആകത്തുകയാണ് അൽ ഇൻസാനുൽ കാമിൽ എന്നതിൻ്റെ ചർച്ച. അപ്പം ആ ഒരു ഭാഗവും ഇഹ്സാൻ എന്നതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഫരീദുദ്ദീൻ അത്താറിനെ പോലുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ, ഈ സൂഫി ത്വരീഖത്തിലെ പണ്ഡിതന്മാർ മന്തിഖ് ത്വയ്ർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ എഴുതി വെക്കുന്ന ചില കാര്യങ്ങൾ കാണാൻ കഴിയും. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേരുക, അതായത് ഇതിൻ്റെ റൂട്ട് എന്താണ്, ഇതിൻ്റെ പടവികൾ, മക്കാമാത്തുകൾ എന്താണ്, സ്റ്റെപ്പുകൾ എന്താണ് എന്ന് പറഞ്ഞ ചർച്ചകൾ നമുക്ക് കാണാം. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട പറയുന്നത്, ഒന്ന് തലാഷ്, അന്വേഷിക്കുക. തലാഷ് ചെയ്ത് പിന്നത് കണ്ടെത്തുക. അതായത് അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും എന്നുള്ളതാണല്ലോ. രണ്ടാമത് കണ്ടെത്തുക. പിന്നീട് കണ്ടെത്തി അതിനോട് എന്ത് ചെയ്യുക, ഇഴുകിച്ചേരുക, മുഹബ്ബത്തുണ്ടാവുക, ഇഷ്കുണ്ടാവുക. ഇഷ്കിന് ശേഷം ആ ഇഷ്ക്, അതായത് അള്ളാഹു എന്ത് എന്നറിഞ്ഞ് അള്ളാഹുമായിട്ടുള്ള അഗാധ പ്രണയത്തിലാവുക. ആ പ്രണയത്തിൽ ഖൽവത്തുണ്ടാവുക എന്ന് വെച്ചാൽ അള്ളാഹുവും താനും മാത്രമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുക. അതാണ് ഒരു ഏകാന്തത, ഒരു സോളിറ്ററി ഉണ്ടാക്കുക. താനും, അതായത് ഞാനും എൻ്റെ അള്ളാഹുവും എന്ന് പറയുന്നത് സോളിറ്ററി ഉണ്ടാവുക.
അതിൽ പിന്നീട് സംഭവിക്കുന്നത് അതിലൊരു ഫിറാഖ് സംഭവിക്കുക, ഒരു ഒരു വേർപെടൽ സംഭവിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അള്ളാഹുമായിട്ടുള്ള അഗാധമായ പ്രണയത്തിൽ, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന ശകലങ്ങൾ, മോശമായ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ബന്ധം അകന്നു പോകുമല്ലോ. അതിനാണ് ഈ ഫിറാഖ് എന്ന് പറയുന്നത്. വീണ്ടും അതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് വീണ്ടും മടങ്ങുക, അതിനാണ് ജമ്മം ബാദ ഫിറാഖ് എന്ന് വിളിക്കുന്നത്. വീണ്ടും ജമ്മം, അതായത് ലയനം, അള്ളാഹു വീണ്ടും ഒരുമിച്ച് കൂടുക ഈ ഫിറാഖിന് ശേഷം. അതിന് ശേഷം സംഭവിക്കുന്നതാണ് ഫനാ. അതായത് അതായത് ഒരു ഇടക്കാലത്തെ ബ്രേക്കപ്പിന് ശേഷം വീണ്ടും അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂടുകയും അതിൽ അള്ളാഹുവിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യുക. ഈ ഫന എന്നതിന് ശേഷമാണ് ബക്കാ എന്ന് അറിയപ്പെടുന്ന പദം ഉള്ളത് ടെർമിനോളജിയിൽ. ബക്ക എന്ന് പറയുന്നത് ആ ഒരു ഫനായിൽ അങ്ങനെ തന്നെ നിലനിൽക്കുക, അതായത് അങ്ങനെ തന്നെ ബാക്കിയാവും. ബക്ക എന്ന് വെച്ചാൽ നമ്മൾ ബാക്കി എന്ന് പറയുന്ന പദം അവിടെ നിന്നാണ് രൂപപ്പെടുന്നത്. ആ ബക്കായിൽ അങ്ങനെ തന്നെ നിലനിൽക്കുക, ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പുകളായി ഫരീദുദ്ദീൻ അത്താർ പോലുള്ള ആൾക്കാർ ഈ മന്തിഖത്ത് ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ തസവൂഫിനെ കുറിച്ചുള്ള വിവിധ ചർച്ചകൾ ഇസ്ലാമിക ലോകത്തുണ്ട്. ഇപ്പം ഇത്രയും പ്രധാനപ്പെട്ട ടെർമിനോളജികളുണ്ട്, ഇൻസാനുൽ കാമിൽ പോലുള്ള ടെർമിനോളജികളുണ്ട്. ഇങ്ങനെ വിവിധ ചർച്ചകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. ഇതിൻ്റെ ചില കോംപ്ലിസിറ്റീസ്, അതായത് തസവൂഫ് ഗ്രൂപ്പിനെ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഉള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. അതായത് നേരത്തെ പറഞ്ഞ തുടക്കം തന്നെ ശരീഅത്ത് ത്വരീഖത്ത് എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കോംപ്ലക്സിറ്റി. ഈ പ്രശ്നങ്ങൾ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് പല സൂഫി ഗ്രൂപ്പുകളിലും പിന്നീട് രൂപപ്പെട്ട ഈ ഖബർ ആരാധന അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഇബാദത്തിൽ പരിഗണിക്കാതെ വേഷഭൂഷാദികൾ മാത്രം പരിഗണിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ മജ്ദൂബ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉന്മത്തനായി മാത്രം ജീവിക്കുക, അതുപോലെ തന്നെ ശരീഅത്തിനോട് ഒരു സൂക്ഷ്മത കാണിക്കാതിരിക്കുക എന്നതൊക്കെ ഈ പറയുന്ന ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഷെയ്ഖിനോടുള്ള എക്സ്ട്രീം സബ്മിഷനാണ്. അതായത് സൂഫി ത്വരീഖത്തുകളൊക്കെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഷെയ്ഖിനെ പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ഒരു ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഒരു മുസ്ലിം മൊബിലിറ്റിയുടെ ഭാഗമെന്ന നിലയിൽ നേതൃ പ്രവർത്തക ബന്ധമാണ് യഥാർത്ഥത്തിൽ അത്, ഷെയ്ഖിനോടുള്ള ഒരു സബ്മിഷൻ. പക്ഷേ സംഭവിച്ചത് പിൽക്കാലത്ത് അത് ഷെയ്ഖ് പറഞ്ഞത് വേദവാക്യത്തിന് മുകളിലായി കാണുന്ന ഒരു കോലത്തിലേക്ക് പിന്നീട് മാറി. ആ ഒരു തരത്തിലേക്ക് വർത്തമാനങ്ങൾ പിന്നീട് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടി കടിപിടി കൂടുന്ന ഒരു സാഹചര്യവും പിന്നീട് സൂഫി ഗ്രൂപ്പുകൾ തമ്മിലുള്ള തല്ലലുകളും ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണം, ഇന്ത്യയിൽ തന്നെ വിവിധ ഈ പറയുന്ന ബേഷറ ഗ്രൂപ്പുകൾ ശക്തമാകുമ്പോൾ വിവിധ പണ്ഡിതന്മാർ ഇവരെ സൂക്ഷിച്ച് ഇവരെ പിന്മാറ്റി നിർത്തണം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. കാരണം അത്രത്തോളം ഭവിഷ്യത്തുകൾ മുസ്ലിം സൊസൈറ്റിയിൽ ഈ ഗ്രൂപ്പുകൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. മറ്റൊരു കോംപ്ലക്സിറ്റി ഇവരിൽ ഉണ്ടാക്കുന്ന ഈ ലിറ്ററേച്ചറിൽ ഉണ്ടാകുന്ന കോംപ്ലക്സിറ്റീസാണ്. അതായത് സംസാരങ്ങളിൽ മുസ്ലിം സമൂഹത്തിന് അവ്യക്തമാവുന്ന വളരെ കോംപ്ലിക്കേറ്റഡായ ഭാഷ ഉപയോഗിക്കുന്നത്. ഇപ്പം മൻസൂർ ഹല്ലാജിൻ്റെ മൻസൂർ ഹല്ലാജിൻ്റെ കൺസെപ്റ്റ്, അതായത് റബ്ബി ഫി ജുബത്തി, എൻ്റെ ജുബയ്ക്കുള്ളിൽ റബ്ബാണ് എന്ന് പറയുന്ന വർത്തമാനം, അത് സാധാരണക്കാരനായ ഒരു മുസ്ലിമിന് മനസ്സിലാവുന്ന വർത്തമാനമായിരുന്നില്ല. ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നൊരു വർത്തമാനം ഉണ്ടെങ്കിൽ പോലും മൻസൂർ ഹല്ലാജിൻ്റെ മരണത്തിന് അത് മാത്രമല്ല, കറാമിത്തി എന്നറിയപ്പെട്ട അന്നൊരു മിലിറ്റൻ്റ് ഗ്രൂപ്പായ വിഭാഗം അബ്ബാസി ഖിലാഫത്തിനെതിരെ ഒരു പൊളിറ്റിക്കൽ ഒരു ശക്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കറാമത്തി ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തതും കൂടി, കറാമത്തി ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത സാഹചര്യം കൂടി വെച്ചുകൊണ്ടാണ് മൻസൂർ ഹല്ലാജിനെ വധിച്ചത് എന്ന് പറയുന്ന ഒരു ചരിത്ര നിരീക്ഷണമുണ്ട്. എന്തായാലും പോലും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അനൽ ഹക്ക് പോലുള്ള കൺസെപ്റ്റുകൾ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മുസ്ലിം സൊസൈറ്റിയിൽ. അതുപോലെ തന്നെ ഈ റീജിയണൽ ഡൈമെൻഷൻസ്, ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്തെ മുസ്ലിം അവിടുത്തെ കൾച്ചറിനെ ഏറ്റുപിടിക്കുക എന്ന് പറയുന്ന സാഹചര്യവും ഇവർക്കിടയിൽ ശക്തമായിരുന്നു. ആദ്യകാലത്ത് ഇസ്ലാമിക പ്രബോധന രീതികളിൽ അതൊരു നല്ല മാർഗമായിരുന്നെങ്കിൽ പോലും പിന്നീട് ആ മാർഗത്തെ അന്ന് സ്വീകരിച്ച ഒരു മാർഗമായി പരിഗണിക്കാതെ എല്ലാ കാലത്തും അത് തന്നെ ഏറ്റു സ്വീകരിച്ചത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ടായിരുന്നു. ഉദാഹരണം, ഇപ്പോൾ ഇവിടെ ഈ ആസാം പോലുള്ള ചില സംഭവങ്ങളിൽ പതുക്കെ ഇസ്ലാമിലേക്ക് സ്വീകരിപ്പിക്കാൻ ഇവിടുത്തെ ഭാഷയിലും ഇവിടുത്തെ ഒരു വീരേതിഹാസങ്ങളുടെ ചരിത്രങ്ങളും
അതേ എടുത്തുകൊണ്ട് മുസ്ലിം ചരിത്രങ്ങളുടെ റെപ്ലിക്ക ഉണ്ടാക്കാൻ ഇവിടുത്തെ പണ്ഡിതന്മാർ ശ്രമിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോഴും അതേപടി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ, അപ്പം ഗംഗാ ജമുന തഹസീബ് എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിലെ എല്ലാ തഹസീബുകളും ഒന്നിച്ച് സംസ്കാരങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഇടങ്ങളാണ് സൂഫി ദർഗകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും കയറി വരുന്നത് മോശമാണ് എന്നതല്ല എൻ്റെ അർത്ഥം. പക്ഷേ അവിടെ ഒരു ഇസ്ലാമിൻ്റെ ഒരു തൗഹീദി കൺസെപ്റ്റ് അവ്യക്തമായി മാറി എന്നുള്ളത് ഒരു വിഷയം കൂടിയാണ്. പിന്നെ മറ്റൊന്ന് പ്യൂരിറ്റി, ഈ സ്പിരിച്വാലിറ്റി എന്നത് മാത്രം ഒതുങ്ങുകയും ഔട്ടർ പ്യൂരിറ്റീനെ കുറിച്ചുള്ള, അതായത് വ്യക്തി ജീവിതത്തിലുള്ള സാമൂഹ്യ ജീവിതത്തിലുള്ള ശാരീരിക പ്യൂരിറ്റി ഇതൊന്നും പരിഗണിക്കാതെ പോകുന്ന, ഈ ചങ്ങലകൾ ധരിക്കുന്ന, അതുപോലെ തന്നെ ഈ പറയുന്ന താടിമുടി നീട്ടി വളർത്തി നഖം വെട്ടാതെയും വൃത്തി കുളിക്കാതെയും അങ്ങനെ ശാരീരിക പ്യൂരിറ്റി കീപ്പ് ചെയ്യാതിരിക്കുന്ന സാഹചര്യവും കൂടി നമുക്ക് പിൽക്കാലത്ത് കാണാൻ കഴിയും. ഇതിൻ്റെ കൂടെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അതായത് സൂഫി ത്വരീഖത്തുകൾ പലപ്പോഴും ഈ ഭരണകൂടങ്ങളുടെ ഒരു സ്പോൺസേർഡായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. തസവുഫ് പേരിൽ അറിയപ്പെടുന്ന പല ആൾക്കാർ പോലും അധികാരികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഉപയോഗിക്കുന്ന ഒരു ടൂളായി മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം കൂടി പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഈ സ്പോൺസറിങ് സൂഫിസം എന്ന് പറയുന്നൊരു വർക്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകളുണ്ട് പലപ്പോഴും. അതായത് ഇസ്ലാമിൻ്റെ ശരിയായ കൺസെപ്റ്റുകളെ മുന്നോട്ട് വെക്കുന്ന സംഘടനകളെ ചെറുക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള സൂഫി ഗ്രൂപ്പുകൾക്ക് ഫണ്ടിങ് നൽകിക്കൊണ്ട് അവരുടെ വർത്തമാനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് അവരെ മുഖ്യധാരയിൽ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ സ്പോൺസറിങ് സൂഫിസം എന്ന് പറയുന്ന വർക്കിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉദാഹരണം നമുക്കിപ്പോഴും കാണാൻ കഴിയും. ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലെല്ലാം അടക്കമുള്ള അമേരിക്കൻ ഇസ്രായേൽ ആശയങ്ങളെ പിൻപറ്റുന്ന ആൾക്കാരെ, സൂഫി ത്വരീഖത്ത് അല്ലെങ്കിൽ സൂഫി പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ആൾക്കാരെ അവർ നിയമിക്കുകയും എന്നിട്ട് അവരുടെ ഈ ഭരണാധികാരികളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുക, അതിനൊപ്പുവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലവും കൂടി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള രീതികളും സൂഫികളെ ആക്ഷേപിക്കാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തസവുഫ് എന്ന് പറയുന്നത് ഒരു വളരെ ബഹുവിധ വർണ്ണങ്ങളുള്ള, അതിൻ്റെ വിവിധ കാരണങ്ങളാൽ ഇങ്ങനെ ബഹുവിധമായ വിവിധ പശ്ചാത്തലമുള്ള സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും ഈ ഇസ്ലാമിക ലോകത്ത് സേവനങ്ങൾ അർപ്പിച്ചവർക്ക് അതിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ ഒരു ആദരവും നൽകേണ്ടതും, അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിക ലോകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാരെ വകതിരിച്ചറിയുകയും അവരെ വേണ്ട രീതിയിൽ അവരോട് സമീപിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.